ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സെം സുവോളജിയിലെ 4 മൊഡ്യൂൾസ് കംപ്ലീറ്റ് ചെയ്തു. കിങ്ഡം പ്രൊട്ടിസ്റ്റ വരെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി 5th മൊഡ്യൂൾ മുതലാണ് നമുക്ക് എടുക്കാനുള്ളത്. മൊത്തം 10 മൊഡ്യൂളാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇനി വരുന്നത് സെക്ഷൻ സി കിങ്ഡം അനിമാലിയാണ്. ഇനി പഠിക്കാനുള്ള എല്ലാ മൊഡ്യൂൾസും ഈ കിങ്ഡം അനിമാലിയയുടെ സബ്ബായിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് തീർക്കേണ്ടത് 2 മൊഡ്യൂളാണ്. ഒന്ന് സബ് കിങ്ഡം മീസോസോവയും അതേപോലെ തന്നെ സബ് കിങ്ഡം പാരസോവയും. അപ്പോൾ മൊഡ്യൂൾ 5 ആണ് സബ് കിങ്ഡം മീസോസോവ ആൻഡ് മൊഡ്യൂൾ 6 എന്ന് പറയുന്നത് സബ് കിങ്ഡം പാരസോവ ആണ്. അപ്പോൾ അതിനു മുന്നേ നമുക്ക് ആനിമാലിയനെ കുറിച്ചിട്ട് ബ്രീഫായിട്ട് നമുക്ക് നോക്കണം. അതിൻ്റെ സാലിയൻ ഫീച്ചേഴ്സ് അതിന് ഫൈലങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സാലിയൻ ഫീച്ചേഴ്സ് നമുക്ക് കുറച്ച് പറയാനുണ്ട്. അതുപോലെ ഹാബിറ്റ്സും ഹാബിറ്റേറ്റും മോർഫോളജി അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് അതിനെക്കുറിച്ചിട്ട് പറയാനുണ്ട്. സോ വിത്തൗട്ട് വേസ്റ്റിംഗ് ടൈം വി ക്യാൻ എൻറ്റർ ഇൻ ടു അവർ ചാപ്റ്റർ. ഓക്കെ, സോ കിങ്ഡം അനിമാലിയ. കിങ്ഡം അനിമാലിയനെ കുറിച്ചിട്ട് നമുക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. മൾട്ടി സെല്ലുലാർ ബോഡിയാണ് വിത്ത് ഡിവിഷൻ ഓഫ് ലേബർ എമംഗ് സെൽസ്. പിന്നെ സൊമാറ്റിക് സെൽസ് എന്ന് പറയുന്നത് ഡിപ്ലോയിഡ് ആണ്, അതേപോലെ തന്നെ യൂക്കാരിയോട്ടിക് ആണ്. പിന്നെ എല്ലാ അനിമൽസിലും വിത്ത് ദ എക്സെപ്ഷൻ ഓഫ് സ്പോഞ്ചസ് ഒഴികെയുള്ള എല്ലാ അനിമൽസിലും സെൽസ് ടിഷ്യൂ ആയിട്ട് ഓർഗനൈസ് ചെയ്യുന്നു. അതേപോലെ തന്നെ ഈച്ച് ടിഷ്യൂ ബീങ് സ്പെഷ്യലൈസ്ഡ് ഫോർ എ സ്പെസിഫിക് ഫങ്ഷൻ. ഓരോ ടിഷ്യൂസും അതിന് സ്പെഷ്യലൈസ്ഡ് ആണ്. പ്രത്യേക സ്പെസിഫിക് ആയിട്ടുള്ള ഫങ്ഷൻസ് ഉണ്ടാവും. പക്ഷേ സ്പോഞ്ചസിൻ്റെ കേസ് വരുമ്പോൾ സെൽസ് ആർ നോട്ട് ഓർഗനൈസ്ഡ് ടു ഫോം ടിഷ്യൂസ്. പക്ഷേ സീലൻഡ്രേറ്റ്സിൻ്റെ കേസ് വരുമ്പോൾ സെൽസ് ആർ ഓർഗനൈസ്ഡ് ടു ഫോം ഓൺലി ടിഷ്യൂസ്. സീലൻഡ്രേറ്റ്സ് ഇത്രയും കൂടി കയറി. അപ്പോൾ നമുക്കറിയാം സെൽസ് ടിഷ്യൂസ് മാത്രമായിട്ട് ഓർഗനൈസ് ചെയ്തു. പിന്നെ എനിമൽസ് അബവ് സീലൻഡ്രേറ്റ്സിന് മുകളിലുള്ള എനിമൽസിൻ്റെ കാര്യം വരുമ്പോൾ സെൽസ് ആർ ഓർഗനൈസ്ഡ് ടു ഫോം ടിഷ്യൂസ്, ഓർഗൻസ് ആൻഡ് ഓർഗൻ സിസ്റ്റം. പിന്നെ വരുന്ന കാര്യം, അതിൽ ഒരുവിധം എല്ലാ അനിമൽസിനും ലോക്കോമോട്ടർ പവേഴ്സ് ഉണ്ടാകുന്നതാണ്. പക്ഷേ ചിലത് മാത്രം സെഡൻറ്ററി ഓർ സെസൈലാണ്. ന്യൂട്രീഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ന്യൂട്രീഷൻ ഹെറ്ററോട്രോഫിക് ആണ്. ഇൻ മോസ്റ്റ് കേസസ് ഹോളോസോയിക് ആണ്. ഡൈജഷൻ ഒക്കേഴ്സ് ഇൻ ഡൈജസ്റ്റീവ് കാവിറ്റി ഇൻ സം ആൻഡ് ഇൻ എലിമെൻ്ററി കനാൽ ഇൻ അതേഴ്സ്. പിന്നെന്താ, മോസ്റ്റ് അനിമൽസ് ആർ നെർവസ് സിസ്റ്റം. മിക്ക അനിമൽസിലും നെർവസ് സിസ്റ്റം പ്രസൻ്റ് ആണ്. സ്പെഷ്യലൈസ്ഡ് റിസെപ്റ്റേഴ്സും അതേപോലെ തന്നെ പവേഴ്സ് ഫോർ സെൻസറി പെർസെപ്ഷനും ട്രാൻസ്മിഷൻ ഓഫ് ഇമ്പൾസസും റെസ്പോൺസ് ടു സ്റ്റിമുലൈ. ഈ വിധ എല്ലാ ഫങ്ഷൻസും ഉള്ളതാണ് മിക്ക അനിമൽസും. ഓക്കെ, പിന്നെ റിപ്രൊഡക്ഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ മോസ്റ്റ് അനിമൽസ് റിപ്രൊഡ്യൂസ് സെക്ഷൽ റിപ്രൊഡക്ഷൻ ഇൻവോൾവ്സ് വി ഓൾറെഡി നോ ഫെർട്ടിലൈസേഷൻ ആൻഡ് എംബ്രിയോണിക് ഡെവലപ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ സാലൈൻ ഫീച്ചേഴ്സായിട്ട് ഇൻട്രൊഡക്ഷനായിട്ട് കിങ്ഡം അനിമാലിയയുടെ ഇൻട്രൊഡക്ഷനായിട്ട് വരുന്നത്. ഇനി നമുക്ക് അതിൻ്റെ ക്ലാസിഫിക്കേഷനെ കുറിച്ചിട്ട് പറയാം. ക്ലാസിഫിക്കേഷൻ ഓഫ് അനിമൽ കിങ്ഡം. അപ്പോൾ ഒരുപാട് പലതരത്തിലുള്ള ക്ലാസിഫിക്കേഷൻസ് മുന്നോട്ട് വെച്ചിട്ടുണ്ട് പല സയൻറ്റിസ്റ്റ്. പക്ഷേ ഈസിലി ആക്സെപ്റ്റബിൾ ആയതും അതേപോലെ തന്നെ വൈഡ്ലി ആക്സെപ്റ്റബിളും ഈസിലി സിംപ്ലസ്റ്റും ആയതും ഹിഗ്മാൻ ആൻഡ് റോബർട്ട്സ് പ്രൊപ്പോസ് ചെയ്ത ക്ലാസിഫിക്കേഷനാണ്. എല്ലാത്തിനെയും വെച്ച് നോക്കുമ്പോൾ ഇത്തിരി കൂടി കംഫർട്ടബിളായിട്ട് നിൽക്കുന്നത് ഇൻ 1994. ഓക്കെ, എ സ്ലൈറ്റ്ലി മോഡിഫൈഡ് സമ്മറി ഓഫ് ഇറ്റ് ഇസ് we can share now. Okay, പറയാം. According to this scheme of classification, kingdom Animalia is divided into 2 branches or sub-kingdoms. 2 sub-kingdoms ആയിട്ട് കിങ്ഡം അനിമാലിയ ഈ ഒരു ക്ലാസിഫിക്കേഷൻ്റെ ബേസിസിൽ തിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണെന്ന് നോക്കാം. നെയിംലി മീസോസോവ ആൻഡ് മെറ്റോസോവ. ഓക്കെ, ഇനി ഏതൊക്കെ തരത്തിലുള്ള ഓർഗാനിസംസ് ആണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യപ്പെട്ടിരിക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ മീസോസോവയിൽ എന്താണെന്ന് നോക്കാം. മീസോസോവ കംപ്രൈസസ് ദ സിംപ്ലസ്റ്റ് അനിമൽസ് വിച്ച് ആർ ഇൻ്റർമീഡിയേറ്റ് ബിറ്റ്വീൻ പ്രൊട്ടിസ്റ്റ് ആൻഡ് മെറ്റസോവൻസ്. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ച പ്രൊട്ടിസ്റ്റിൻ്റെയും ഇപ്പം ഇനി പഠിക്കാൻ പോകുന്ന മെറ്റാസോവൻസിനും അനദർ സബ്ബായിട്ടുള്ള മെറ്റാസോവൻസിൻ്റെയും ഇടയിലുള്ള ഓർഗാനിസം ഇൻ്റർമീഡിയറ്റ് ആയിട്ട് നിൽക്കുന്ന ഓർഗാനിസംസ് ആണ് മീസോസോവ. എന്ത് കാര്യത്തിൽ? അതിൻ്റെ കോംപ്ലക്സിറ്റി ഓഫ് ദിയർ ഓർഗനൈസേഷൻ്റെ കാര്യത്തിൽ.
ഇനി ഈ മീസോസോവയിൽ 2 ഫൈലങ്ങളുണ്ട്, നെയിംലി ഓർത്തോനെക്റ്റിഡ ആൻഡ് റോംബോസോവ ഓർ ഡൈസമിഡ. മീസോസോവനെ കുറിച്ചിട്ട് നമുക്ക് ഇനി വരുന്ന മൊഡ്യൂൾ, ഇതിൻ്റെ സബ്ബായിട്ട് വരുന്ന മൊഡ്യൂൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. ഇനി മെറ്റാസോവനെ കുറിച്ച് പറയുകയാണെങ്കിൽ മെറ്റാസോവ ഇസ് എ ഗ്രൂപ്പ് ഓഫ് കോംപ്ലക്സ് എനിമൽസ്. കോംപ്ലക്സ് ആയിട്ടുള്ള എനിമൽസ് ആണ് മെറ്റാസോവയിൽ കാണപ്പെടുന്നത്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 2 ഡിവിഷൻ, 2 ഡിവിഷൻസ് ഉണ്ട് അതിൽ, നെയിംലി പാരസോവ ആൻഡ് യുമെറ്റോസോവ. മറ്റേതിൻ്റെ പോലെ തന്നെ ഇതിൽ 2 ഡിവിഷൻ ഉണ്ട്. മറ്റേതിൽ ഏതാണ് നമ്മൾ പറഞ്ഞത്? ഓർത്തോനെക്റ്റിഡ ആൻഡ് റോംബോസോവ. ഓക്കെ, ദെൻ മെറ്റാസോവയിലുള്ള 2 ഡിവിഷൻസ് എന്ന് പറയുന്നത് പാരസോവ ആൻഡ് യുമെറ്റോസോവ. പാരാസോവയിൽ എങ്ങനത്തെ തരം ഓർഗാനിസംസ് ആണുള്ളത്? ലീസ്റ്റ് സ്പെഷ്യലൈസ്ഡ് മെറ്റാസോവൻസ് ആണ് പാരാസോവയിലുള്ളത്, വിച്ച് ആർ മോർ കോംപ്ലക്സ് ദാൻ മീസോസോവൻസ്. അത് മീസോസോവൻസിനേക്കാളും കോംപ്ലക്സ് ആണ്, പക്ഷേ ബാക്കിയുള്ള യുമെറ്റോസോവൻസിനേക്കാളും എന്താ പറയുക, കുറച്ച് കോംപ്ലക്സിറ്റി കുറവാണ്, ലെസ് കോംപ്ലക്സ് ആണ്. ഓക്കെ, പാരസോവ ഇൻക്ലൂഡ് ചെയ്യുന്ന ഫൈലങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ദേ ഇൻക്ലൂഡ് നെയിംലി പോരിഫെറ ആൻഡ് പ്ലാക്കോസോവ. ഓക്കെ, ഇനി യുമെറ്റോസോവ യുമെറ്റോസോവയിലുള്ള ഫൈലങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. യുമെറ്റോസോവ കംപ്രൈസസ് മോസ്റ്റ് കോംപ്ലക്സ് ടൈപ്പ് ഓഫ് എനിമൽസ്. ഏറ്റവും കോംപ്ലക്സ് ടൈപ്പ് ഓഫ് എനിമൽസ് ഇൻക്ലൂഡ് ചെയ്യപ്പെട്ടിരിക്കുന്നത് യുമെറ്റോസോവയിലാണ്. ഇറ്റ് ഈസ് ഡിവൈഡഡ് ഇൻ ടു 2 grades. 2 ഗ്രേഡായിട്ട് അതിനെ തിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഫൈലങ്ങളായിട്ട് തിരിക്കുന്നതിന് മുന്നേ യുമെറ്റോസോവനെ 2 ഗ്രേഡായിട്ട് തിരിച്ചിരിക്കുന്നു, റേഡിയേറ്റയും ബൈലാറ്റേറിയ. ഓക്കെ, ഇനി റേഡിയേറ്റയിൽ ഏതൊക്കെ തരം ഓർഗാനിസംസ് ആണുള്ളത് നോക്കാം. റേഡിയേറ്റ കംപ്രൈസസ് റേഡിയലി സിമെട്രിക്കൽ യുമെറ്റോസോവൻസ്. നമുക്ക് പേരിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ബൈലാറ്റേറിയയിൽ അപ്പോൾ എന്താവും? ബൈലാറ്ററലി സിമെട്രിക്കൽ യുമെറ്റോസോവൻസ്. ഇനി റേഡിയേറ്റ ഇൻക്ലൂഡ് ചെയ്യുന്ന ഫൈലങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. റേഡിയേറ്റ ഇൻക്ലൂഡ് ദ ഫൈലംസ് നെയിംലി നിഡേറിയ ഓർ സിലൻഡ്രേറ്റ ആൻഡ് ടിനോഫോറ. ഇതിനെയൊക്കെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട് കേട്ടോ. ഇപ്പോൾ ജസ്റ്റ് പറഞ്ഞു പോവാം. ഓക്കെ, ഇനി ബൈലാറ്റേറിയയുടെ ഡിവിഷനെ കുറിച്ച് നോക്കാം. ഇപ്പോൾ റേഡിയേറ്റയുടെ കാര്യമാണ് പറയുന്നത്. 2 ഫൈലങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുന്നു, നിഡേറിയയും ടിനോഫോറയും. ഇനി ബൈലാറ്റേറിയയിലുള്ള ഡിവിഷൻസ് 3 സീരീസ് ആയിട്ടാണ്. അസിലോമേറ്റ, സ്യൂഡോസിലോമേറ്റ ആൻഡ് യൂസിലോമേറ്റ. 3 സീരീസ് ആയിട്ട് ബൈലാറ്റേറിയനെ തിരിച്ചിട്ടുണ്ട്. Acoelomates have no coelomic body cavity. It's also clear from its name. Okay, acoelomates have no coelomic body cavity. Pseudocoelomates അപ്പോൾ എങ്ങനെയാവും? They have false coelomic body cavity. Means pseudocoel. ഇനി യൂസിലോമേറ്റ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ദേ ഹാവ് ട്രൂ സീലോമിക് കാവിറ്റി. ഇനി അസിലോമേറ്റ ഇൻക്ലൂഡ് ചെയ്യുന്ന ഫൈലങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. 2 ഫൈലങ്ങളുണ്ട്, നെയിംലി പ്ലാറ്റിഹെൽമിന്തസ് ആൻഡ് നെമേർഷ്യ. ഇനി സ്യൂഡോസിലോമേറ്റ ഇൻക്ലൂഡ് ചെയ്യുന്ന ഫൈലങ്ങൾ എന്ന് പറയുന്നത് ആദ്യം തന്നെ ഇറ്റ് ഹാസ് എ കൺസിസ്റ്റ് ഓഫ് എ സിംഗിൾ സൂപ്പർ ഫൈലം കോൾഡ് എസ്കൽമിന്തസ്. ഓക്കെ, ഇനി ഈ സൂപ്പർ ഫൈലങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇറ്റ് ഇസ് ഡിവൈഡഡ് ഇൻ ടു സെവറൽ ഫൈല സച്ച് ആസ് നെമറ്റഡ, നെമറ്റോമോർഫ, റോട്ടിഫെറ, ഗാസ്ട്രോട്രിക്ക, കൈനോറിൻക, പ്രയാപുലിഡ, എൻറ്റോപ്രോക്ട, എക്കൻതോസെഫാല ആൻഡ് ലോർസിഫെറ. ഒരുപാട് ഇത്തിരി കൂടുതൽ പഠിക്കാനുണ്ട്, അറ്റ്ലീസ്റ്റ് നെയിമെങ്കിലും നിങ്ങൾ പഠിച്ചിരിക്കുക. ഓക്കെ, ഇനി യൂസിലോമേറ്റ ഇസ് പെർഹാപ്സ് ദ ലാർജസ്റ്റ് ഗ്രൂപ്പ് ഓഫ് എനിമൽസ്. അപ്പം നമ്മളിവിടെ ഏതാ പറഞ്ഞത്? ലാസ്റ്റ് സ്യൂഡോസിലോമേറ്റ വരെയാണ് പറഞ്ഞത്. ഇനി നെക്സ്റ്റ് വരുന്നതാണ് യൂസിലോമേറ്റ. മീൻസ് ഇറ്റ് ഹാസ് ട്രൂ സീലോമിക് കാവിറ്റി. അവർ ഇൻക്ലൂഡ് ചെയ്യുന്ന ഫൈലങ്ങൾ ഏതൊക്കെ തരാമെന്ന് നോക്കാം. യൂസിലോമേറ്റ എന്ന് പറയുന്നത് എന്താണ്? ലാർജസ്റ്റ് ഗ്രൂപ്പ് ഓഫ് എനിമൽസ്. ഏറ്റവും കൂടുതൽ എനിമൽ ഗ്രൂപ്പ്സ് കാണപ്പെടുന്ന ഏരിയ എന്ന് പറയുന്നത് എന്താണ്? യുമെറ്റോസോവ ആണ്. ഇറ്റ് ഈസ് ഓൾസോ ഡിവൈഡ് ഇൻ ടു നമ്പർ ഓഫ് ഫൈല. അതിലും ഒരുപാട് ഫൈലങ്ങളുണ്ട്. ഏതൊക്കെ? അത് നമുക്ക് കുറച്ച് പരിചിതമാണ്, കാരണം നമ്മൾ പണ്ട് പഠിച്ചിട്ടുള്ളതാണ്. ദേ ആർ സച്ച് ആസ് ആനലിഡ, ആർത്രോപോഡ, മൊളുസ്ക, യുക്യൂരിഡ, സിപ്പുൻകുലിഡ, ടാർഡിഗ്രാഡ, ഓണിക്കോഫോറ, ഫോറോണിഡ, എക്ടോപ്രാക്ട, കേറ്റോഗ്നാത്ത, എക്കിനോഡമേറ്റ, ഹെമിക്കോഡേറ്റ, കോഡേറ്റ എക്സെട്ര. അപ്പോൾ ഇനി ഇതിൻ്റെ ബേസ്ഡ് ഓൺ ദ നേച്ചറിൻ്റെ ബേസിസ് അനുസരിച്ച് ഓഫ് സീലം ഫോർമേഷൻ, ബേസ്ഡ് ഓൺ ദ നേച്ചർ ഓഫ് സീലം ഫോർമേഷൻ ഇറ്റ് ഈസ് ഡിവൈഡഡ് ഇൻ ടു എൻറ്ററോസീല ആൻഡ് സ്കൈസോസീല. എൻഡ്രോസീല എന്ന് പറയുന്നത് സീലം എൻഡ്രോസീലിക്കാവും, സ്കൈസോസീല എന്ന് പറയുന്നത്
ഇനി അനദർ ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട് ബൈ വിച്ച് ബൈലാറ്റോറിയ ഇസ് ഡിവൈഡഡ് ഇൻടു പ്രോട്ടോസ്റ്റോമിയ ആൻഡ് യൂട്രോസ്റ്റോമിയ. അതിനെക്കുറിച്ചിട്ട് നമുക്ക് പഠിക്കാം. വൈകാതത്തിൽ വരുന്നുണ്ട്. പ്രോട്ടോസ്റ്റോമിയ എന്ന് പറയുമ്പോൾ മൗത്ത് ആദ്യം അപ്പിയർ ചെയ്യും, അനസ് അപ്പിയർ ചെയ്യുക ലേറ്ററാണ്. യൂട്രോസ്റ്റോംസിൻ്റെ കേസ് നേരെ തിരിച്ചാണ്. അനസാണ് ഫസ്റ്റ് അപ്പിയർ ചെയ്യുക, മൗത്ത് ലാസ്റ്റാണ്. ഓക്കെ, ഇനി മീസോസോവേനെ കുറിച്ചും പാരസോവേനെ കുറിച്ചിട്ടും ബ്രീഫായിട്ട് പറയാം. ഓക്കെ, മീസോസോവ എന്ന് പറയുന്നത് ഇപ്പോൾ വളരെ ഷോർട്ടായിട്ട് പറയാൻ കാരണം അതാണ് നമുക്ക് നെക്സ്റ്റ് മൊഡ്യൂളായിട്ട് പഠിക്കാനുള്ളത്. വേം ലൈക്ക് പാരസിറ്റിക് ഓർഗാനിസംസ് ആണ്, അപ്പാരൻ്റ്ലി ഇൻ്റർമീഡിയറ്റ് ബിറ്റ്വീൻ സിമ്പിൾ ആൻഡ് യൂണിസെല്ലുലാർ പ്രൊട്ടിസ്റ്റ് ആൻഡ് കോംപ്ലക്സ് ആൻഡ് മൾട്ടി സെല്ലുലാർ മെറ്റസോവൻസ് ഇൻ ദ ലെവൽ ഓഫ് ദെയർ ഓർഗനൈസേഷൻ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ. പിന്നെ ദേ ആർ അൺഡൗട്ടഡ്ലി മൾട്ടി സെല്ലുലാർ അനിമൽസ് തന്നെയാണ്, ബട്ട് നെയ്തർ ക്ലിയർലി ഡിപ്ലോബ്ലാസ്റ്റിക് നോർ triploblastic. Their body is very simple and solid and is composed of fewer cells than in any other animals. At the same time, number of cells may be constant for each species. Okay, there is an outer layer of 20 to 30 ciliated somatic cells surrounding an elongated and cylindrical axial cell, which in turn contains up to 100 reproductive exoblast cells. Nerve cells, muscle cells, skeletal materials and tissues are absent. ഓക്കെ, ഇനി പാരസോവനെ കുറിച്ച് പറയുകയാണെങ്കിൽ മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ് കോമൺലി കോൾഡ് നിയർ എനിമൽസ് എന്നാണ് പാരസോവനെ വിളിക്കുന്നത്. ദേ ആർ മോർ കോംപ്ലക്സ് ആൻഡ് പ്രൊട്ടിസ്റ്റ് ആൻഡ് മീസോസോവൻസ്. പ്രൊട്ടിസ്റ്റിനേക്കാളും മീസോസോവൻസിനേക്കാളും കോംപ്ലക്സ് ആണ്. ഇതൊക്കെ നമ്മൾ നേരത്തെ പറയുന്ന കാര്യങ്ങളാണ്. പക്ഷേ യുമെറ്റോസോവൻസിനേക്കാളും കോംപ്ലക്സിറ്റി കുറവാണ്. അപ്പോൾ മെറ്റസോവ പാരസോവയും യുമെറ്റസോവായിട്ട് തിരിച്ചിട്ടുണ്ട്. ആ അതിലെ പാരസോവയുടെ കാര്യമാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. In fact, they are least specialized of all metaservants. Paraservants are asymmetrical organisms of cellular grade of organization. അപ്പോൾ അവർ ഫോളോ ചെയ്യുന്ന സെല്ലുലാർ ഗ്രേഡ് ഓഫ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് അസിമെട്രിക്കലാണ്. അവർക്ക് നെർവ് സെൽസും മസിൽ സെൽസും ട്രൂ ടിഷ്യൂസും ഓർഗൻസും ഓർഗൻ സിസ്റ്റംസും ഒക്കെ ഒന്നും തന്നെ ഇല്ല. These features are very primitive and unique to parasovans among metasovans. അതുകൊണ്ട് തന്നെ എന്താണ് പാരസോവൻസ് സ്റ്റാൻഡ് ഡിസ്റ്റിങ് ഫ്രം ഓൾ അതർ മെറ്റസോവൻസ്. ബാക്കി എല്ലാ മെറ്റസോവൻസിനേക്കാളും പാരസോവൻസ് ഇത്തിരി ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. ഓക്കെ, പിന്നെ പാരസോവ ഇൻക്ലൂഡ് ചെയ്യുന്ന ഫൈലങ്ങൾ എന്ന് പറയുന്നത് പൊരിഫെറ, പ്ലാക്കോസോവ ആണ്. പൊരിഫെറ കംപ്രൈസ് സ്പോഞ്ചസ്. പൊരിഫെറയിലുള്ളത് സ്പോഞ്ചസ് ആണ്, വിച്ച് ആർ ലാർജ് ആൻഡ് സെഡൻറ്ററി ഓർഗാനിസം വിത്ത് ഹോളോസോയിക് ന്യൂട്രീഷൻ. ഓൺ ദ അതർ ഹാൻഡ് പ്ലാക്കോസോവൻസിലുള്ളത് മൈന്യൂട്ടും മോട്ടൈലും ഓർഗാനിസംസ് ആണ്, വിത്ത് സാപ്രോട്രോഫിക് ന്യൂട്രീഷൻ ആസ് ഇൻ ഫഞ്ചൈ. ദേ ആർ ലിറ്റിൽ മോർ ദാൻ എ ഫ്ലാറ്റൻഡ് ബ്ലാസ്റ്റുല. ഓക്കെ, ഇനി യുമെറ്റോസോവ ഇതിൽ വരുന്ന പാരസോവയുടെ നെക്സ്റ്റ്. പാരസോവയും യുമെറ്റോസോവയും ആണല്ലോ എന്തിലുള്ളത്, മെറ്റസോവയിലുള്ളത്. അപ്പം ഇനി യുമെറ്റോസോവ അതാണ് ഏറ്റവും കോംപ്ലക്സ് ആയിട്ടുള്ള അനിമൽസ് എന്നാണ് പറയുന്നത്. യുമെറ്റോസോവ ഇസ് എ ലാർജ് ഗ്രൂപ്പ് ഓഫ് കോംപ്ലക്സ് മെറ്റസോവൻസ് കോമൺലി കോൾഡ് ട്രൂ അനിമൽസ്. Eumetosovans exhibit high degree of structural differentiation and functional specialization. Some of them have tissue grade of organization with similarly modified cells organized into different kinds of tissues for specific functions. Others have organ grade of construction with tissues, organs and organ systems. പിന്നെ അതിൻ്റെ they are characteristically have connective, epithelial, muscular and nervous tissues. Epithelial tissue enables them to isolate and functionally regulate internal compartments. Muscular and nervous tissue enable them to move about. In Eumetosovans, tissues, organs and organ systems are arranged along definitely body axis. ഇനി റേഡിയേറ്റനെ കുറിച്ചും ബൈലാറ്റോറിയനെ കുറിച്ചും പറയാം. യുമെറ്റോസോവനെ ഈ രണ്ട് തരത്തിൽ ഡിവൈഡ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇത് നമ്മൾ പറഞ്ഞതാണ് റേഡിയേറ്റ എന്ന് പറയുന്നത്. യുമെറ്റോസോവ ഇസ് ഡിവൈഡ് ഇൻടു 2 grades, namely റേഡിയേറ്റ ആൻഡ് ബൈലാറ്റോറിയ. റേഡിയേറ്റിലുള്ളത് റേഡിയലി സിമെട്രിക്കൽ യുമെറ്റോസോവൻസ്, ടിഷ്യൂ ഗ്രേഡ് ഓഫ് ഓർഗനൈസേഷൻ ആൻഡ് ഡിപ്ലോബ്ലാസ്റ്റിക് ബോഡി വാൾ. ബൈലാറ്റോറിയയിലുള്ളത് ബൈലാറ്ററലി സിമെട്രിക്കൽ യുമെറ്റോസോവൻസ് വിത്ത് ഓർഗൻ ഗ്രേഡ് ഓഫ് കൺസ്ട്രക്ഷൻ ആൻഡ് ട്രിപ്ലോബ്ലാസ്റ്റിക് ബോഡി വാൾ. റേഡിയേറ്റയിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ഫൈൽ എന്ന് പറയുന്നത് നിഡേറിയ അല്ലെങ്കിൽ ടിനോഫോറ, അതുപോലെ തന്നെ ഫൈലം നിഡേറിയ അല്ലെങ്കിൽ സീലൻഡ്രേറ്റ ആൻഡ് ഫൈലം ടിനോഫോറ ആണ്. ബൈലാറ്റോറിയ ഇൻക്ലൂഡ്സ് റിമൈനിങ് യുമെറ്റോസോവൻസ്. ബൈലാറ്റോറിയയിലാണ് ബാക്കി എല്ലാ യുമെറ്റോസോവൻസും കാണപ്പെടുന്നത്. ഓക്കെ,
അതിൽ എക്സെപ്റ്റായിട്ട് നിൽക്കുന്ന നിഡേറിയം ടിനോഫോറിയം മാത്രമാണ് എന്തിലുള്ളത്, റേഡിയേറ്റയിലുള്ളത്. ബാക്കിയെല്ലാം ബയലാറ്ററലി സിമെട്രിക്കൽ ഓർഗാനിസംസ് ആണ്. ഇനി വരുന്നത് സിലോമേറ്റ, സ്യൂഡോസിലോമേറ്റ, യൂസിലോമേറ്റ ആണ്. ഇതിനെക്കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അതിൻ്റെ നേച്ചർ അനുസരിച്ച്, ബോഡി കാവിറ്റിയുടെ നേച്ചർ അനുസരിച്ച് ബയലാറ്റേറിയനെ 3 സീരീസ് ആയിട്ട് തിരിച്ചു: എസിലോമേറ്റ, സ്യൂഡോസിലോമേറ്റ ആൻഡ് യൂസിലോമേറ്റ. എസിലോമേറ്റയിലുള്ളത് ട്രിപ്ലോബ്ലാസ്റ്റിക് എനിമൽസ് വിത്തൗട്ട് എ സീലോമിക് ബോഡി കാവിറ്റിയാണ്. ഇൻ ദ ആബ്സെൻസ് ഓഫ് ബോഡി കാവിറ്റി, അതിൻ്റെ സ്പേസ്, ബോഡി വാളും എലിമെൻ്ററി കനാലും തമ്മിലുള്ള സ്പേസ് ലൂസ് മീസോഡോമൽ ടിഷ്യൂ വഴി ഫില്ല് ചെയ്യപ്പെട്ടിരിക്കുന്നു. കോൾഡ് പാരങ്കീമ ഓർ മിസെങ്കീമ. ഓക്കെ, നെസിലോമിഡ്സിൻ്റെ കാര്യത്തിൽ എക്സിബിറ്റ് ദ ബ്ലൈൻഡ് സൈഡ് ടൈപ്പ് ഓഫ് ബോഡി പ്ലാൻ ഇൻ ദം എലിമെൻ്ററി കനാൽ ഇസ് പ്രിമിറ്റീവ് ആൻഡ് ഇൻകംപ്ലീറ്റ് ആൻഡ് ഇറ്റ് ഓപ്പൺസ് ഔട്ട് ഓൺലി ബൈ മൗത്ത്. Whether the absence of coelomates, acilomates is a primary primitive feature or a secondary feature is not definitely established. Still, acilomates are conventionally regarded as the most primitive of all bilateria. Apart from their simplicity, സിംപ്ലിസിറ്റിയിൽ നിന്നൊക്കെ മൂവ് ചെയ്തിട്ട് apart, there is little to suggest that all acilomates are very closely related to each other. Acilomata includes 2 phyla, Platyhelminthes-ഉം Nemerteum. ഇനി സ്യൂഡോസീലോമേറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബയലാറ്ററലി സിമെട്രിക്കലും ട്രിപ്ലോബ്ലാസ്റ്റിക്കും എനിമൽസ് ആണ്. ഇത് ഇൻ വിച്ച് ബോഡി കാവിറ്റി ഫ്ലൂയിഡ് ഫിൽഡ് ഫോൾസ് സീലം ആണ് ഫില്ല് ചെയ്യുന്നത് ബോഡി കാവിറ്റി. അതിൻ്റെ പേര് സ്യൂഡോസീൽ എന്നാണ്. ഇറ്റ് ഈസ് നോട്ട് മീസോഡോമൽ ഇൻ ഒറിജിൻ. അത് മീസോഡോമൽ അല്ല ഒറിജിൻ അതിൻ്റെ. ഇറ്റ്സ് നോട്ട് ഫിൽഡ് വിത്ത് മീസോഡോമൽ ഫ്ലൂയിഡ് ഫില്ല് ചെയ്യുന്നില്ല. ആൻഡ് ഇറ്റ്സ് നോട്ട് ലൈൻഡ് ബൈ മീസോഡോമൽ എപ്പിത്തേലിയം അതിനെ ലൈൻ ചെയ്യുന്നില്ല. ഇറ്റ് റെപ്രസെൻറ്റ്സ് എ പെർസിസ്റ്റൻറ്റ് എംബ്രിയോണിക് ബ്ലാസ്റ്റോസെൽ. Pseudocoelomates exhibit the tube within tube type of body plan. Pseudocoelomates include the Esculent phyla, Nematode, Nematophora, Rotifera, Gastrotricha, Chinorhyncha, Priapulida, Endoprocta, Acanthocephala and Loticifera. ഓക്കെ, നേരത്തെ പറഞ്ഞത് തന്നെയാണ്. ഇനി യൂസിലോമേറ്റ്സ് എന്ന് പറഞ്ഞാൽ ട്രൂ ആയിട്ടുള്ള സീലം പ്രസൻറ്റ് ചെയ്തിട്ടുള്ള എനിമൽസിനെ പറയുന്നതാണ് യൂസിലോമേറ്റ്സ്. Primary bilaterally symmetrical and triploblastic animals with a coelomic body cavity. Majority of eumetosauns are eucoelomates. They include the phyla Annelida, Arthropoda, Mollusca, Echinodermata, Hemichordata, Chordata, Euchirida, Sipuncula, Tardigrada, Onchophora, Pentastomida, Phornonida, Ectobracta, Catognatha, etc. The evolutionary relationships between acilomates, pseudocoelomates and eucoelomates can be illustrated by a phylogenetic tree. നെക്സ്റ്റ് പഠിക്കാനുള്ള ടോപ്പിക് എന്ന് പറയുന്നത് സ്കൈസോസീല ആൻഡ് എൻട്രോസീല ആണ്. അപ്പോൾ അതിൻ്റെ നേച്ചർ, സീലം ഫോർമേഷൻ്റെ നേച്ചർ അനുസരിച്ച് 2 ഗ്രൂപ്പ് ആക്കുന്നുണ്ട് യൂസിലോമേറ്റ്സിനെ. മേ ബി റെക്കഗ്നൈസ് നെയിംലി സ്കൈസോസീല ആൻഡ് എൻട്രോസീല. അപ്പോൾ സീലം ഇസ് സൈസോസീലിക് ആണെങ്കിൽ എന്തൊക്കെയാണെന്ന് കാണുന്നത് നമുക്ക് നോക്കാം. ആൻഡ് ഇറ്റ് ഈസ് ആൻ എൻട്രോസീൽ ഇൻ ദ ലാറ്റർ. സീലം എന്ന് പറയുന്നത് ആദ്യം സ്കൈസോസീലും ഇൻ ദ ഫോമർ ആൻഡ് ഇറ്റ് ഈസ് എൻട്രോസീൽ ഇൻ ദ ലാറ്റർ. ഓക്കെ, സ്കൈസോസീലിക് സീലം ഇസ് ഫോംഡ് ബൈ സ്പ്ലിറ്റ് ഇൻ ദ മീസോഡെർമൽ ബാൻഡ്, whereas enterocoelic coelom is formed as an outpushing from the archintron. മനസ്സിലായില്ലേ? സ്കൈസോസീല ഇൻക്ലൂഡ് ചെയ്യുന്നത് അനലിഡ്സും ആർത്രോപോഡ്സും മൊളിസ്ക ആൻഡ് വെർട്ടബ്രേറ്റ്സ് ആണ്. എൻട്രോസീല ഇൻക്ലൂഡ് ചെയ്യുന്നത് എക്വിനോഡോം, സെമികോർഡേസ്, പ്രിമിറ്റീവ് കോർഡേസ് എക്സെട്ര. ഓക്കെ, പിന്നെ ഇതിൽ വരുന്ന ടോപ്പിക് എന്ന് പറയുന്നത് പ്രോട്ടോസ്റ്റോമിയയും ഡ്യൂട്രോസ്റ്റോമിയാണ്. നേരത്തെ സൂചിപ്പിച്ച കാര്യമാണ്. അപ്പോൾ അതിൻ്റെ എംബ്രിയോണിക് ഫോർമേഷൻ ഓഫ് ബേസ്ഡ് ഓൺ ദ എംബ്രിയോണിക് ഫോർമേഷൻ ഓഫ് മൗത്ത് ആൻഡ് അനസ് 2 groups of bilateria can be recognized, പ്രോട്ടോസ്റ്റോമിയയും ഡ്യൂട്രോസ്റ്റോമിയയും. പ്രോട്ടോസ്റ്റോംസിൽ എങ്ങനെയാണെന്ന് നോക്കാം. ക്ലീവേജ് സ്പൈറൽ ആൻഡ് ഡിറ്റർമിനേറ്റ്. ക്ലീവേജ് സ്പൈറലും ഡിറ്റർമിനേറ്റ് ആണ്. മൗത്ത് ഇസ് ഗാസ്റ്റുലാർ ആൻഡ് ഇസ് ഡെവലപ്ഡ് ഫ്രം ദ എംബ്രിയോണിക് ബ്ലാസ്റ്റോപോഡ് പ്രയർ ടു ദി ഡെവലപ്മെൻറ്റ് ഓഫ് അനസ്. അനസിന് പ്രയറായിട്ടാണ് മൗത്ത് നിൽക്കുന്നത്. ദസ് പ്രോട്ടോസോംസ് ആർ ദ എനിമൽസ് ഇൻ വിച്ച് മൗത്ത് ഇസ് ഫോംഡ് ഫസ്റ്റ് ഫ്രം ബ്ലാസ്റ്റോപോഡ് ആൻഡ് അനസ് ഇസ് ഫോംഡ് ഫ്രം എ ലിറ്റിൽ ലാറ്റർ ആസ് എ സെക്കൻഡ് ഓപ്പണിംഗ് അവേ ഫ്രം ദ മൗത്ത്. അപ്പോൾ മൗത്തിൽ നിന്നും ദൂരെയായിട്ടാണ് അനസ് സ്ഥിതി ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, ബ്ലാസ്റ്റോപോഡിൽ നിന്നാണ് മൗത്ത് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്, ഫോം ചെയ്യുന്നത്. പ്രോട്ടോസോംസ് ഇൻക്ലൂഡ് അസിലോമേറ്റ്സ്, സ്യൂഡോസിലോമേറ്റ്സ് ആൻഡ് സെവറൽ യൂസിലോമേറ്റ്സ് സച്ച് ആസ് അനലിഡ്സ്, ആർത്രോപോഡ്സ്, മൊളുസ്ക ആൻഡ് സം മൈനർ ഫൈല. ഇനി ഡ്യൂട്രോസ്റ്റോംസിൻ്റെ കാര്യം പറയണമെങ്കിൽ എനിമൽസ് ഇൻ വിച്ച് ക്ലീവേജ് ഇസ് റേഡിയൽ ആൻഡ്
ഇൻഡിറ്റർമിനേറ്റ് ആണ്. ഓക്കെ, അനസ് ഇസ് ഫൗണ്ട് ഫസ്റ്റ് ഫ്രം ബ്ലാസ്റ്റോപോർ. ഇവിടെ അനസ് ആണ് ബ്ലാസ്റ്റോപോറിൽ നിന്ന് ഫോം ചെയ്യുന്നത്. ഓർ നിയർ ദ ബ്ലാസ്റ്റോപോർ, അല്ലെങ്കിൽ ബ്ലാസ്റ്റോപോറിൻ്റെ അടുത്തായിട്ട്. മൗത്ത് എന്ന് പറയുന്നത് അപ്പിയേഴ്സ് ലേറ്റർ ആസ് എ സെക്കൻഡ് ഓപ്പണിംഗ് അവേ ഫ്രം അനസ്. ഇവിടെ സെക്കൻഡ് ഓപ്പണിംഗ് ആയിട്ട് നിൽക്കുന്നത് മൗത്താണ്. അതെന്താണ്? അനസിൽ നിന്ന് ദൂരെയായിട്ട്. ഓക്കെ, thus in protostomes blastopore becomes a mouth, but in deuterostomes blastopore becomes a anus. മനസ്സിലായില്ലേ? അപ്പോൾ പ്രോട്ടോസ്റ്റോംസിൽ ബ്ലാസ്റ്റോപോർ ആണ് മൗത്തായിട്ട് മാറുന്നത്, മറ്റേതിലോ ഡ്യൂട്രോസ്റ്റോംസിൽ ബ്ലാസ്റ്റോപോർ അനസ് ആയിട്ട് മാറുന്നു. അപ്പോൾ ഈ വോയിസിൽ നമുക്ക് ഇവിടെ കൊണ്ട് നിർത്താം. പ്രോട്ടോസ്റ്റോമിയ ഡ്യൂട്രോസ്റ്റോമിയ വരെ പറഞ്ഞു. ഇനി ബാക്കിയുള്ള ടോപ്പിക്ക് നമുക്ക് നെക്സ്റ്റ് വോയിസിൽ കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ ഈ കിങ്ഡം മിനിമാലിയനെ കുറിച്ചിട്ട് നെക്സ്റ്റ് വോയിസിൽ കംപ്ലീറ്റ് ചെയ്തിട്ട് അതിൻ്റെ നെക്സ്റ്റ് വോയിസായിട്ട് മീസോസോവനെ കുറിച്ച് പഠിക്കാം. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ യുവർ സിൻസിയർ കോപ്പറേഷൻ. ഓക്കെ, ബൈ.